ഹലോ ഗായ്സ്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി രീതികളെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാവേ. കൃഷിയായിട്ട് ചെയ്യുന്നവരല്ലെങ്കിൽ പോലും വീട്ടിൽ നമ്മളൊരു ഡ്രാഗണിൻ്റെ ചെടിയൊക്കെ നട്ടുവെക്കണം. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ ഫ്ലവറൊക്കെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ കാണാൻ തന്നെ. അപ്പോൾ ഞാൻ ഡ്രാഗൺ ചെടി നട്ടിരിക്കുന്നത് ഇങ്ങനൊരു സ്ക്വയർ ഷേപ്പിൽ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ നാട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ വളർന്നിങ്ങനെ പന്തലിച്ചിങ്ങനെ വരും. ഇതിൻ്റെ വള്ളി വീശിയാൽ മാത്രമാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഫ്ലവറാണ്. അതിങ്ങനെ മുട്ടായിട്ട് ഓരോ സ്റ്റേജ് വീതം വരുന്ന ഒരു ഫോട്ടോയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് ഇതിൻ്റെ ചോട്ടിൽ നല്ല മണ്ണിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. നമ്മളത് എപ്പോഴും ശ്രദ്ധിച്ചോണം. കാരണം ഇതൊരു കള്ളിമുൾ ചെടി ആയതുകൊണ്ട് ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് നട്ട് വളർത്തുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം ഒക്കെ നൽകുന്നത് നല്ലതായിരിക്കും. 6 മാസത്തെ സമയം വെച്ച് വളങ്ങൾ കൊടുത്താൽ മാത്രം മതി. വളം ചേർക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മണ്ണ് കുത്തിയിളകാൻ പാടില്ല. കുറച്ച് മണ്ണ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ട് വളം ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വളം വലിച്ചെടുത്തോളും. ഇതിൻ്റെ വേരിങ്ങനെ അതിൻ്റെ ചുറ്റും പറ്റി പിടിച്ചിങ്ങനെ കിടക്കും. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ കമ്പിയിലൊക്കെ നടുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചുറ്റി കൊടുക്കണം കമ്പിയിൽ. അല്ലെന്നുണ്ടെങ്കിൽ കമ്പിയുടെ ചൂട് കൊണ്ട് ഇത് പഴുത്തു പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. ജൂൺ ജൂലൈ മാസങ്ങളാണ് ഇത് മുട്ടിട്ട് തുടങ്ങുന്ന സമയം. അപ്പം നമ്മൾ കോഴിക്കാഷ്ടം ചേർത്ത് കൊടുക്കുന്നത് ഉണക്കി പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒക്ടോബർ സമയം വരെയാണ് ഇത് പൂത്ത് തീരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൽ വളർത്താവുന്നതേ ഉള്ളൂ.